ഹലോ നമസ്കാരം, എല്ലാവർക്കും ജിയോ വി.ന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഓൺലൈനായിട്ട് ഈ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഓൺലൈൻ സംബന്ധമായ സേവനങ്ങൾ എങ്ങനെ ലഭ്യമാക്കാമെന്നാണ് നമ്മൾ ഈ ചാനൽ വഴി സംസാരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളുടെ നിലവിലെ പാൻ കാർഡ് UTIITSLന്റെ പാൻ കാർഡ് ആണെങ്കിൽ ഈ രീതിയിലാണ് നിങ്ങൾ ഓൺലൈനായി ഈ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇതറിയുന്നതിനായി നിങ്ങളുടെ പാൻ കാർഡിന്റെ പുറകുവശം നോക്കുക. ഇനി എങ്ങനെയാണ് പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് നിങ്ങൾ UTIയുടെ വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ്. വെബ്സൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ താഴേക്ക് വരുമ്പോൾ ഡൗൺലോഡ് ഇ പാൻ എന്ന് കാണാവുന്നതാണ്. അതിലുള്ള ക്ലിക്ക് ടു ഡൗൺലോഡ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഫെസിലിറ്റി ഫോർ ഡൗൺലോഡ് ഓഫ് ഇ പാൻ കാർഡ് എന്ന ഫോമിൽ എത്തുന്നതാണ്. ഇവിടെ ആദ്യം പാൻ എന്ന് കാണാം. അവിടെ നിങ്ങളുടെ പാൻ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മന്ത് ആൻഡ് ഇയർ ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഭാഗത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ മാസവും വർഷവും എന്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം GST നമ്പറാണ്, അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് താഴെയായി എന്റർ ദ ടെക്സ്റ്റ് ഷോൺ ഇൻ എബോവ് ക്യാപ്ച എന്ന ഭാഗത്ത് മുകളിൽ കാണുന്ന ക്യാപ്ച കോഡ് അതുപോലെ തന്നെ താഴെ എന്റർ ചെയ്ത് കൊടുക്കുക. ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പ്ലീസ് വെരിഫൈ യുവർ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന അലേർട്ട് ബോക്സ് വരുന്നതാണ്. അവിടെ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ പാൻ നമ്പറിന്റെ കുറച്ച് ഭാഗവും ഇമെയിൽ IDയുടെ കുറച്ച് ഭാഗവും കാണാവുന്നതാണ്. അത് നമ്മുടെ പാൻ നമ്പറും ഇമെയിൽ IDയും തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം എന്റർ ദ ടെക്സ്റ്റ് ഷോൺ ഇൻ എബോവ് ക്യാപ്ച എന്ന ഭാഗത്ത് മുകളിൽ കാണുന്ന ക്യാപ്ച കോഡ് എന്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന കൺഫർമേഷൻ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഗെറ്റ് OTP എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് OTP ഈസ് സെൻഡ് ഓൺ യുവർ ഇമെയിൽ എന്ന ഒരു അലേർട്ട് ബോക്സ് വരുന്നതാണ്. അവിടെ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇമെയിൽ IDയിലേക്ക് ഒരു OTP കോഡ് വരുന്നതാണ്. നിങ്ങളുടെ ഇൻബോക്സിൽ അത് വന്നില്ലെന്നുണ്ടെങ്കിൽ സ്പാമിലോ ജങ്കിലോ ഒക്കെ ഒന്ന് അത് ചെക്ക് ചെയ്യുക. അതിനുശേഷം എന്റർ OTP റിസീവ്ഡ് ഇൻ യുവർ ഇമെയിൽ ID എന്ന ഭാഗത്ത് ആ OTP കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇ പാൻ ആപ്ലിക്കേഷൻ അക്നോളജ്മെന്റ് റിസിപ്റ്റ് എന്ന ഈ ഭാഗത്തായിരിക്കും എത്തുന്നത്. നിങ്ങളുടെ ഇ പാൻ കാർഡ് ജനറേറ്റ് ചെയ്തിട്ട് ഒരു മാസത്തിൽ കൂടുതലായെങ്കിൽ നിങ്ങൾ ഇതിന് 8 രൂപ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്റെ കേസിൽ ഇ പാൻ കാർഡ് ജനറേറ്റ് ചെയ്തിട്ട് ഒരു മാസത്തിൽ കൂടുതൽ ആയിട്ടില്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഫീസ് അടയ്ക്കേണ്ടതില്ല. ഇ പാൻ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് നമ്മളുടെ മെയിലിൽ അയച്ചു തന്നിട്ടുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇനി മെയിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇ പാൻ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് മെയിലിൽ വന്നിട്ടുണ്ട്. നമുക്ക് ലിങ്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലായിരിക്കും എത്തുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ പാൻ നമ്പറിന്റെയും ഇമെയിൽ IDയുടെയും കുറച്ച് ഭാഗങ്ങൾ കാണാവുന്നതാണ്. അതിനുശേഷം എന്റർ OTP റിസീവ്ഡ് ഇൻ യുവർ മൊബൈൽ നമ്പർ ഓർ ഇമെയിൽ ID എന്ന ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കോ അല്ലെങ്കിൽ ഇമെയിൽ IDയിലേക്കോ വന്ന OTP കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വീണ്ടും ഇ പാൻ ആപ്ലിക്കേഷൻ അക്നോളജ്മെന്റ് റിസിപ്റ്റ് എന്ന ഈ ഭാഗത്ത് എത്തുന്നതാണ്. ഇവിടെ നമുക്ക് ഏറ്റവും താഴെയായിട്ട് ഡൗൺലോഡ് ഇ പാൻ PDF എന്ന് കാണാവുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇ പാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇ പാന്റെ PDF ഫയല് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്തിന്റെ DDMMYYYY, അതായത് നിങ്ങൾ ജനിച്ചത് ജനുവരി 1, 1991 നിങ്ങളുടെ പാസ്വേഡ് എന്ന് പറയുന്നത് 01011991 എന്നതാണ്. പാസ്വേഡ് എന്റർ ചെയ്തതിനു ശേഷം ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇ പാൻ കാർഡ് കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഓൺലൈനായിട്ട് ഇ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമ്മുടെ പ്രചോദനം. അതുപോലെ തന്നെ ഓൺലൈൻ സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുവാനായിട്ട് നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി.